ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കുള്ള സന്ദേശം ചീത്ത, walrus, kiwi, zebra, elk, humpback whale. ആദ്യം തന്നെ ചീത്ത എനർജിയാണ്. സോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഈ വളരെയധികം സ്വന്തം ഫോക്കസ് ഒരിക്കലും മാറ്റം വരുത്താതെ ഫോക്കസ് എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങളുടെ ഫോക്കസ് എന്താണോ അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത്. പക്ഷേ ഒരേ സമയം തന്നെ നമ്മളെപ്പോഴും എല്ലാവരും മനുഷ്യരാണ്, ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ടാവും. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് എത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ there are too many other things. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മിഷനിലേക്ക് എത്തുന്നത് സമയം വരെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ഫോക്കസ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം, ഡിസ്ട്രാക്റ്റഡ് ആവരുത്. പക്ഷേ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന മറ്റ് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ചില ആളുകൾ കരിയറിൽ മുന്നേറാൻ ഇന്ന രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരിയർ എന്നുള്ള ചിന്ത മാത്രമായിരിക്കും. പേഴ്സണൽ ലൈഫ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, പാരൻസ് ഒക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ അവരുടെ കാര്യങ്ങൾ, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത്, ഫിസിക്കൽ വെൽബീയിങ്, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അത് ഗോളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. പക്ഷേ അതേസമയം യു ഹാവ് ടു എൻജോയ് ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുക, ഇൻറ്റൻഷൻസ് എഴുതി വെക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതാവാം. അതിനനുസരിച്ചിട്ട് അഫോർമേഷൻസ്, കാര്യങ്ങൾ, വിഷ്വലൈസേഷൻസ് ഒക്കെ ചെയ്യാം. അതൊരു വലിയൊരു സ്വപ്നമുള്ള ഒരു വ്യക്തി, ഇഫ് യു ഹാവ് എ ബിഗ് ഡ്രീം, അതായത് ആ ഒരു ബിഗർ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളത് മൈൻഡിൽ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എഴുതി വയ്ക്കാം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ആ ഫോക്കസ് ചെയ്ത കാര്യത്തിലേക്ക് എത്തുന്നതിലേക്ക് മുമ്പ് നമ്മൾ കൊച്ചു കാര്യങ്ങളാണ്, അത് മെയിൻ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊച്ചു കാര്യങ്ങൾ, ചെറിയ ഓരോ സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കടന്നു. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ട്രീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. കാരണം ഈ ഒരു കൊച്ചു കാര്യത്തിനും ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു ഇൻസ്പിറേഷനാണ്. അല്ലാതെ ഇതൊരു കൊച്ചു കാര്യം, ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരും മനുഷ്യരാണ്. ഉള്ളിൽ ആ ഒരു കാര്യം അച്ചീവ് ചെയ്തൊരു ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്യൂവലാണ്. അപ്പോൾ നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ചാലാണ് വണ്ടി മുന്നോട്ടേക്ക് ഓടുന്ന പോലെ അതൊരു ഫ്യൂവലാണ്. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ കൊച്ചു സന്തോഷം എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കണമെന്നല്ല, നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ട്രീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രിയപ്പെട്ട വ്യക്തികളോടൊപ്പം ഒരു ട്രീറ്റ് ആവാം. അത് മനസ്സിലാക്കിയിട്ട് കൊച്ചു കാര്യങ്ങളും സന്തോഷം കണ്ടെത്തുക. ലൈഫിന് എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ വേണം. അതേപോലെ തന്നെ വോൾറസ് എനർജി ഉണ്ട്. അപ്പോൾ ലൈഫിൽ ചുറ്റുമുള്ള എല്ലാവരെയും സംശയിക്കണം എന്നുള്ളതല്ല, പക്ഷേ കോഷ്യസ് ആയിരിക്കേണ്ടുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ കോഷ്യസ് ആയിരിക്കുക, വിജിലൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ചില സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഒരു കാര്യം അൺയൂഷ്വലായിട്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കും. ചില വ്യക്തികൾ അവരാദ്യം എന്തെങ്കിലുമൊക്കെ മറന്നുപോയി, അല്ലെങ്കിൽ കെയർലെസ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പറയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ അവർ അൺയൂഷ്വലായിട്ട് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തുകൂടാത്തൊരു കാര്യം അവർ ചെയ്യുന്നു. പക്ഷെ അവർ എത്ര പറഞ്ഞാലും അത് ശരിയാവുന്നില്ല. ഏത് സിറ്റുവേഷനിലും അവർ വീണ്ടും സോറി പറയുന്നു, സെയിം തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് സ്റ്റെപ്പ് എടുക്കുക. കാരണം ഇവിടെ ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് തടയെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബന്ധങ്ങളായതുകൊണ്ടോ ബന്ധുക്കളായതുകൊണ്ടോ മുന്നോട്ടേക്ക് അവരായിട്ട് ഒന്നും പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളത്. ലൈഫിൽ ഇനിയെങ്കിലും പ്രൊഫഷനും പേഴ്സണലും ലൈഫ് കൂട്ടിക്കുഴയ്ക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും. റിലേഷൻഷിപ്പ് വേറെ, കരിയർ വേറെ,
അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ ഡ്രീംസ് ആണ് ഇവിടെ കൂടുതലായിട്ട് നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടുന്ന പ്ലാൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കിവി എനർജിയാണ്. അപ്പോൾ കാരണം ഇവിടെ കുറച്ച് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണം, എന്ത് ചെയ്യണം എന്നറിയാത്ത ഈ ഒരു കിവി ഒരു ഹെർമിഡ് മോഡ് എനർജിയാണ്. ഒരു സേജ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് ഫേസിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഒരു ജനറലായിട്ട് വളരെ കോമൺ ആയിട്ട് പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഇരുന്ന് സ്വസ്ഥമായിട്ട് മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓം എന്നുള്ളൊരു മന്ത്രം ജപിച്ചിട്ടുള്ളതും അല്ലാതെ നിങ്ങൾ പ്ലെയിനായിട്ട് മെഡിറ്റേറ്റ് ഫേസിൽ ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യം. പലതരത്തിൽ വാക്കിംഗ് മെഡിറ്റേഷൻ ആവാം. അങ്ങനെ നിങ്ങളുടെ മെഡിറ്റേഷൻ എന്താണ് എന്നുള്ളത്, അതായത് വാട്ടർ മെഡിറ്റേഷൻ പലതരത്തിലുള്ളത് ചെയ്യാവുന്നതുണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മെഡിറ്റേഷനാണ് സ്യൂട്ടബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്ന് നിങ്ങൾ ഈ ഒരു എനർജി കിവി എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് മാറിപ്പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതായത് ചില സിറ്റുവേഷൻസ് നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള താൽക്കാലികമായിട്ട് ഇത് മാറ്റി വയ്ക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുക. ധൃതി, സ്പീഡല്ല ഇവിടെ വേണ്ട. കിവി എനർജിയാണ്, ഒരിക്കലും അത് സ്പീഡല്ല. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പീഡല്ല വേണ്ടത്. വാക്കിംഗ് മെഡിറ്റേഷൻ സ്ട്രോങ് ആയിട്ട് ഇതിൽ പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ ചെരുപ്പിടാതെ പുല്ലിൽ കൂടി നടക്കുക എന്നുള്ളത്. അപ്പോൾ നല്ല പുൽത്തകിടിയുള്ള വീടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ റോട്ടിൽ എന്നുള്ള രീതിയിലല്ല, നിങ്ങളുടെ വീട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ നല്ല ഒരു അത്യാവശ്യം വൃത്തിയുള്ള ഇതിൽ ചെരുപ്പിടാതെ, അതായത് ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ എർത്ത് ആയിട്ടുള്ളൊരു കണക്ഷൻ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. എർത്തിനെസ്, ഏൻഷ്യൻ വിസ്ഡം ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ബെയർ ഫൂട്ടായിട്ട് നടക്കുന്ന നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് അത്. നെക്സ്റ്റ് വന്നിട്ട് സീബ്ര എനർജിയാണ്. സീബ്ര എനർജി എന്ന് പറയുന്നത് ഒരു അനാവശ്യമായിട്ടുള്ള ഭയം ഉള്ളിലുണ്ട് നിങ്ങളുടെ. അപ്പോൾ ഈ ഒരു ഭയം നിങ്ങൾ ഒഴിവാക്കുക. ആ ഒരു ഭയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അൺഫെമിലിയർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് കോഷ്യസ് ആയിരിക്കും, വിജിലൻ്റ് ആയിരിക്കുക എന്നുള്ളത് സത്യമാണ്. പക്ഷേ അമിതമായിട്ടുള്ളൊരു ഭയം നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഭയത്തേക്കാൾ ഡൗട്ടാണിത്. ഈ ഒരു ഭയം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുമോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. സ്വയമുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് ഭയമാണ്. കാരണം നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫിയർ എന്ന് പറഞ്ഞ ഈ ഭയം നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ, നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് യു ആർ ബീങ് പ്രൊട്ടക്റ്റഡ്. ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് തന്നെ പോവാം എന്നുള്ളതാണ്. എൽക്ക് എനർജിയാണ്. യു ആർ സ്ട്രോങ് ഇനഫ്. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാനും ഒരു കാര്യം ചെയ്ത് തീർക്കാനുള്ളൊരു ടാലൻറ്റ്, സ്കിൽസൊക്കെ നിങ്ങൾക്കുണ്ട്. യു ആർ സ്റ്റാൻഡിങ് ടോൾ. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഏത് രീതിയിലാണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മൾ ഫ്ലെക്സിബിൾ ആകേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് എല്ലാം ഒന്ന് അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒരു സെൽഫ് റെസ്പെക്റ്റും ഡിഗ്നിറ്റിയോടും കൂടിയിട്ട് നിങ്ങൾ അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. പക്ഷേ നിങ്ങൾ സ്ട്രോങ് ആണ്, എന്നിരുന്നാലും ഓവർലി സീരിയസ് ആവാതിരിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ജീവിതം ആസ്വദിക്കാനും പഠിക്കുക എന്നുള്ളതാണ്. കാരണം നെക്സ്റ്റ് വന്നിട്ട് ഒരു ഹംബാക്ക് വെയിൽ എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വെയിൽ എനർജി എന്ന് പറയുന്നത് തന്നെ ഒരു ഹീലിംഗ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ലൈഫ് ഓവർലി സീരിയസ് ആയിട്ട് എടുത്ത് നിങ്ങൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ എയിം, കാര്യങ്ങൾ മനസ്സിലാക്കി ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാം. വേണ്ടിടത്തൊന്ന് കോഷ്യസ് ഓവർ കോഷ്യസ്, ഓവർ വിജിലൻ്റ് ആവും വേണ്ട. അപ്പോൾ ഓവർ സീരിയസ് ആവരുത്. ലൈഫിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, സന്തോഷങ്ങൾ ആസ്വദിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഇമോഷണലി മെൻ്റലി ഉള്ള ആ സ്ട്രെസ്സും കാര്യങ്ങൾ കുറയ്ക്കാൻ, ഇമോഷണലി സ്പിരിച്വലി ആ ഒരു സ്പിരിച്വൽ വേൾഡിലേക്ക് കണക്റ്റഡ് ആവാനും, അതേപോലെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഹോബീസ് ചെയ്യുക. ഇപ്പം മ്യൂസിക്, ഡാൻസ്, അതുപോലുള്ള കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പഠിക്കാം.
അതുപോലെ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നിങ്ങൾക്ക് തൃപ്തി സന്തോഷം തരുന്ന എന്തെങ്കിലും ഹോബീസിലേക്കും പോകാവുന്നതാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.